സിപിഎമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ എംഎൽഎ PK ശശി. പിടിച്ചു പറയും കൊള്ളയും നടത്തി പ്രസ്ഥാനത്തെ ചിലർ വെള്ളപുതപ്പിച്ചു. ചതിച്ചും കുതികാൽ വെട്ടിയും സുഖിക്കാമെന്ന് കരുതേണ്ടെന്നും ശശിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. PK ശശിയെ പാർട്ടി തരം താഴ്ത്തലിന് പിന്നാലെയായിരുന്നു ഈ പ്രതികരണം വന്നത്. വി അരുൺ തന്നെ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇത്തരത്തിലുള്ളൊരു പാർട്ടിക്കെതിരെയുള്ള ഒളിയമ്പാണോ ഇപ്പോൾ PK ശശി നടത്തിയത്? എന്ത് മനസ്സിലാക്കണം? പ്രധാനമായും പാർട്ടി അച്ചടക്ക നടപടി നേരിട്ടതിന് പിന്നാലെയാണ്, അല്ലെങ്കിൽ പാർട്ടി പൂർണ്ണമായും തരം താഴ്ത്തിയതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പ്രതികരണമെന്ന് മനസ്സിലാക്കണമോ? എന്താണ് വിവരങ്ങൾ? പാർട്ടിക്കെതിരെ ഒളിയുമായി വേണമെങ്കിൽ അതിനെ കണക്കാക്കാം. കാരണം PK ശശി കഴിഞ്ഞ കുറെ നാളുകളായി CPI അത്ര പരിശീലിച്ചിട്ടല്ല. അദ്ദേഹത്തെ പ്രധാനപ്പെട്ട ജില്ലാ സെക്രട്ടറി, പാലക്കാട്ടെ ഏറ്റവും ശക്തരായ നേതാക്കളിൽ ഒരാളായിരുന്നു PK ശശി. അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടറിയിൽ നിന്ന് തരം താഴ്ത്തി ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിരുന്നു. KTDC ചെയർമാൻ എന്ന പദവി മാത്രം നിലനിർത്തുന്നു. കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തെ CA2 ജില്ലാ സെക്രട്ടറി സ്ഥാനത്തും മാറ്റിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഒരു പാർട്ടി വിരുദ്ധ അല്ലെങ്കിൽ പാർട്ടിയെ പരോക്ഷ വിമർശിക്കുന്ന ഒരു പുറത്തെ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം. പക്ഷേ ഞാൻ അല്പസമയം PK ശശിയുമായി സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് ഒരു തരത്തിലും പാർട്ടി വിരുദ്ധമായ ഒരു പോസ്റ്റല്ല. പുതുവർഷത്തിൽ തന്റെ നിലപാട്, നയം, തന്റെ രാഷ്ട്രീയ നയം വ്യക്തമാക്കുകയാണ് ചെയ്തത്. അത് CPM-നെതിരായ വിമർശനമല്ല, മറിച്ച് CPM വിട്ട് BJP-യിലേക്കും കോൺഗ്രസിലേക്കും പോയ ആളുകൾ കഴിഞ്ഞ തവണ വർഷം നിരവധി പേരുണ്ടായിരുന്നു. അവരെയാണ് താൻ ഉദ്ദേശിക്കുന്നത്. നിരവധി സ്ഥാപനങ്ങൾ, കരുവന്നൂർ മാത്രമല്ലല്ലോ ഇത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയ അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തിയ സ്ഥാപനങ്ങൾ, കോൺഗ്രസ് ഭരിക്കുന്ന നിരവധി സഹകരണ സ്ഥാപനമുണ്ട്. അതാണ് താൻ ഉദ്ദേശിക്കുന്നത്. അപ്പുറത്തേക്ക് പാർട്ടിക്കെതിരായ വിമർശനമല്ല എന്ന് PK ശശി പറയുന്നു. പക്ഷേ അങ്ങനെ അത് മാത്രം നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അത്രയധികം വിരുദ്ധ ചേരികളിലായി കഴിഞ്ഞു CPM ഏറെക്കുറെ ഉറപ്പാണ്. പാലക്കാട്ടെ ഏരിയ സമ്മേളനങ്ങൾ പൂർത്തിയാകുമ്പോഴും PK ശശി അനുകൂലിക്കുന്നത് അത്ര ആശ്വസിക്കാനുള്ള വക അവിടെ ഇല്ല. അദ്ദേഹത്തെ കൂടുതൽ നടപടികൾ അദ്ദേഹത്തിന് ഉണ്ടാകും. വൈകാതെ പക്ഷേ KTDC ചെയർമാൻ സ്ഥാനത്ത് കൂടി അദ്ദേഹത്തെ മാറ്റിയേക്കുന്ന ചില സൂചനകൾ പുറത്തു വരുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഒരു പരോക്ഷ വിമർശനം CPM നേതൃത്വത്തിനെതിരെ നടത്തിയെന്ന് വേണം നമുക്ക് കരുതാൻ. ഈ ഇത്തരത്തിലൊരു പരോക്ഷ വിമർശനം നടത്തിയ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഇതിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു താക്കീത് ഇനി ശശിക്കെതിരെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ അരുൺ? ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ കാര്യമായ ഒരു നടപടിയോ താക്കീതൊന്നും ഉണ്ടാകാൻ ഒരിടയും ഇല്ല. കാരണം അദ്ദേഹം പരോക്ഷമായി മാത്രമാണ് അത്തരം ഒരു വിമർശനം നടത്തുന്നത്. പക്ഷേ അദ്ദേഹത്തിനെതിരെ CPM നേരത്തെ തന്നെ അദ്ദേഹത്തെ തരം താഴ്ത്തിയിരുന്നു. അദ്ദേഹത്തിനെതിരെ നടപടികളിലേക്ക് പോകണം, കേന്ദ്ര ചെയർമാൻ സ്ഥാനം പോലും മാറ്റണമെന്ന ആവശ്യമൊക്കെ ഉയർന്നു വരുന്നുണ്ട്. സ്വാഭാവികമായും അതിന്റെ ഭാഗമായ നടപടികൾ ഉണ്ടായേക്കാം. ഈ പ്രസ്ഥാനത്തെ പിടിച്ചുപറിയും കൊള്ളയും നടത്തിയ പണം കൊണ്ട് വെള്ളപുതപ്പിച്ചു, കൂടെ നിന്ന് കുതുകാൽ വെട്ടിയും ചതിച്ചും സുഖിക്കാമെന്ന് ആരും കരുതേണ്ട, എല്ലാവർക്കും മോഹഭംഗത്തിന്റെ കാലമായിരിക്കും വരാനിരിക്കുന്നതെന്നുമൊക്കെ PK ശശി പറയുന്നുണ്ട്. ഇതൊക്കെ ആരെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളൊരു സംശയം സാധാരണക്കാർക്ക് ഉണ്ടാകും, അല്ലായിരുന്നു? തീർച്ചയായിട്ടും സ്വാഭാവികമായും PK ശശിയും CPM-ആയുള്ള ഇപ്പോഴത്തെ ഒരു ബന്ധം വെച്ച് നോക്കുമ്പോൾ അത് പാർട്ടി നേതൃത്വത്തെ ലക്ഷ്യം വെച്ച് തന്നെയുള്ള ഒളിയമ്പായി നമുക്ക് വ്യാഖ്യാനിക്കാനാകും. പക്ഷെ അദ്ദേഹം അത് ആ രീതിയിൽ ഓൺ ചെയ്യുന്നില്ല. അദ്ദേഹത്തെ ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായും പാർട്ടി ഉദ്ദേശമുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല ഇത്. പാർട്ടി വിട്ടുപോയ, പാർട്ടി വിരുദ്ധരായ, പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് എല്ലാം ഉണ്ടാക്കിയ ശേഷം പിന്നീട് കോൺഗ്രസിലേക്കും BJP-യിലേക്കും ചേക്കേറിയ ആളുകളെയാണ് താൻ വിമർശിച്ചത്. അതാണ് താൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം. ഏതായാലും ആ രീതിയിൽ തന്നെ CPM നേതൃത്വം അതിനെ കാണുമോ എന്ന് വ്യക്തമല്ല. പാർട്ടിയെ എതിരായി നേരിട്ട് അദ്ദേഹം ഒന്നും പറയുന്നുമില്ല. പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്തവർക്കെതിരെയാണ് അദ്ദേഹം പറയുന്നത്. അത് പാർട്ടിക്കുള്ളിലെ ആളുകളെയാണ് ഉദ്ദേശിച്ചതെന്ന് സ്വാഭാവികമായി നമുക്ക് കരുതാനാകും. അത് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിലാണ്. PK ശശി അത്രയധികം CPM നേതൃത്വവുമായി വിട്ടുനിൽക്കുന്നയാളാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പോലും ഒരു അദ്ദേഹം ആ ദിവസങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനുശേഷവും അദ്ദേഹം പ്രചരണ രംഗത്തൊന്നും ഇറങ്ങിയിട്ടില്ല. അദ്ദേഹത്തെ പാർട്ടി അത്തരം ചുമതല നൽകിയതുമില്ല. അത് കാരണം അദ്ദേഹം ബ്രാഞ്ച് അംഗം മാത്രമാണ്. അതുകൊണ്ട് തന്നെ വലിയ ചുമതലകളിലേക്ക് പാലക്കാട് അദ്ദേഹത്തെ കൊണ്ടുവരാൻ CPM തയ്യാറായില്ല. ഏതായാലും ഇപ്പോഴത്തെ പരോക്ഷ വർഷമാണെങ്കിൽ പോലും അത് CPM നേതൃത്വം ഗൗരവത്തോടെ കണ്ടേക്കാം. പക്ഷെ അതിന്റെ പേരിൽ നടപടിയിലേക്ക് പോകാൻ സാധ്യതയില്ല. കാരണം ഒരു ബ്രാഞ്ച് അംഗം മാത്രമാണ്. അവിടെ നിന്ന് അദ്ദേഹത്തിന് തരം താഴ്ത്താൻ ഒരു ഘടകം CPM-ന് ഇല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ നടപടി പക്ഷേ കേന്ദ്ര ചെയർമാൻ സ്ഥാനമാണ് അദ്ദേഹത്തിന് മാറ്റുമെന്ന് കഴിഞ്ഞ കുറെ നാളുകളെ പറഞ്ഞു കേൾക്കുന്നത്. ചില പേരുകൾ പകരം പറഞ്ഞു കേട്ടിട്ടുമുണ്ട് സമയത്ത്. പക്ഷെ അതിലേക്കൊന്നും CPM ഔദ്യോഗികമായി കടന്നിട്ടില്ല. അറിയാം. തീർച്ചയായും അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇതാ പാലക്കാട് തെരഞ്ഞെടുപ്പാണെങ്കിലും ഈ സാഹചര്യത്തിൽ ഒന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് കൃത്യമായി പറയാം. PK ശശി അദ്ദേഹം വിട്ടുനിൽക്കുകയായിരുന്നു. നിരന്തരമായ തരം താഴ്ത്തലുകളൊക്കെ ഇതിനൊരു കാരണമായിട്ടുണ്ടാകാം ഒരു പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇതാ പരോക്ഷ വിമർശനവുമായി അദ്ദേഹം രംഗത്ത് വരുന്നു. ഒളിയമ്പ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന സാഹചര്യമാണ്. ഒരു വിമതസ്വരമാണോ നമ്മൾ കേൾക്കുന്നത്? തീർച്ചയായിട്ടും PK ശശിയുടേത് ഒരു വിമത സ്വരം എന്ന് തന്നെ കാണണം. അത്രയധികം പ്രശ്നങ്ങൾ അദ്ദേഹവും CPM-മായി ഉണ്ട്. CPM-ലെ പാലക്കാട്ടെ ഏറ്റവും ശക്തനായ നേതാവായിരുന്നു, MLA ആയിരുന്നു, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. പാലക്കാട്ടെ പാർട്ടിയെ ഒരു
ഘട്ടത്തിൽ ഏറ്റവും സ്വാധീനമുള്ള നേതാവായി തന്നെ അവിടെ എ കെ ബാലൻ ഉൾപ്പെടെയുള്ളവർ ഉള്ളപ്പോഴും പി കെ ശശി മാറിയിരുന്നു. പക്ഷേ ഇപ്പോൾ അത്തരമൊരു സ്വാധീനം അദ്ദേഹത്തെ ഇല്ല. പൂർണ്ണമായും അദ്ദേഹത്തെ പാർട്ടി പല വിഷയങ്ങളുടെ പേരിലും ഭരണബാഗുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ പേരിലും മറ്റ് ചില പ്രശ്നങ്ങളുടെ പേരിലും ഒക്കെ അദ്ദേഹത്തെ പാർട്ടി തരം താഴ്ത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അദ്ദേഹം പാർട്ടിയുമായി കാര്യമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നുമില്ല. ഒരു ബ്രാഞ്ച് അംഗം മാത്രമായി സ്വാഭാവികമായി അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് പ്രവർത്തിക്കാനും കഴിയില്ല. അതുകൊണ്ട് ഒരു വിമതസ്ഥലം എന്ന അപ്പുറത്തേക്ക് തനിക്കുള്ള അമർഷം അദ്ദേഹം പരോക്ഷമായി പറഞ്ഞു എന്ന് വേണം ഇപ്പോഴത്തെ ഫേസ്ബുക്ക് കുറിപ്പില് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. അദ്ദേഹം അത് ഓൺ ചെയ്യുന്നില്ല, അത് ഏറ്റു പറയുന്നില്ല. അത്തരത്തിൽ ഒരു ലക്ഷ്യത്തോടെ നടത്തിയ പ്രസ്താവന അല്ല എന്നാണ് പി കെ ശശി നമ്മോട് സംസാരിക്കുമ്പോൾ വ്യക്തമാക്കുന്നത്. CPM നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനവുമായി പി കെ ശശിയുടെ പുതുവത്സരാശംസ പോസ്റ്റ്. ഫേസ്ബുക്കിൽ പുതുവത്സരാശംസ നേർന്ന സന്ദേശത്തിലാണ് കടുത്ത വിമർശനം ഉന്നയിച്ചത്. പലർക്കും 2024 സുന്ദര കാലമായിരുന്നുവെന്നും അവരെ കാത്തിരിക്കുന്നത് മഹാദുരന്തമെന്നുമാണ് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത്. പ്രസ്ഥാനത്തെ പിടിച്ചുപറിയും കൊള്ളയും നടത്തിയ പണം കൊണ്ട് വെള്ള പുതപ്പിച്ച് കൂടെ നിന്ന് കുതികാൽ വെട്ടിയും ചതിച്ചും സുഖിക്കാമെന്ന് ആരും കരുതേണ്ട. എല്ലാവർക്കും മോഹഭംഗത്തിന്റെ കാലമായിരിക്കും വരാനിരിക്കുന്നതെന്നും പി കെ ശശി കുറിപ്പിൽ രൂക്ഷ ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. ആക്രമണകാരികളും ചതിയന്മാരും ഒറ്റുകാരും ഒരു കാര്യം ഓർക്കുക, വരും കാലം നിങ്ങളുടേതല്ല എന്നും കുറിപ്പിൽ വളരെ വ്യക്തമായി പറയുന്നു. പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ പി കെ ശശി നേരത്തെ തന്നെ നിരന്തരമായി തരം താഴ്ത്തലുകൾ നേരിട്ടിരുന്നു. ഇതിനെ തുടർന്നായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയുള്ള പ്രതികരണം അദ്ദേഹം നടത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ